പാട്ടുകേട്ട് ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അതും പാടുന്നത് അധ്യാപകരും. ജില്ലാ കലോത്സവ നഗരിയിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്കാണ് ഉള്ളം കുളിർപ്പിച്ച് പാട്ടുകൂടി ഒഴുകിയെത്തുന്നത്. വെയിലത്ത് വിശന്നു വലഞ്ഞ് ക്യൂവിൽ നിൽക്കുന്നവർക്ക് ആസ്വാദനം എന്ന നിലയ്ക്കാണ് ഭക്ഷണ കമ്മിറ്റി ചുമതലയുള്ള KSTA അധ്യാപകർ പാട്ടുപാടി വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത്. വയറും മനസ്സും ഒരുപോലെ നിറച്ച വിദ്യാർത്ഥികളെ പറഞ്ഞുവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശയം തുടങ്ങിവെച്ചതെന്ന് KSTA അംഗങ്ങൾ പറഞ്ഞു. ഇവിടെ 10 കൗണ്ടറുകളിലായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഭക്ഷണ വിതരണ ഇവിടെയാണ് നമ്മളുള്ളത്. ഭക്ഷണം ഇവിടെയാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന 4000-ലധികം കുട്ടികൾക്കും മറ്റ് അധ്യാപകർക്കും എല്ലാം ഭക്ഷണം വിതരണം ചെയ്യുന്നത് KSTA സംഘടനയുടെ കീഴിലാണ്. ഇവിടുത്തെ 10 കൗണ്ടറുകളിലായിട്ട് എല്ലാവിധ സജ്ജീകരണത്തോടുകൂടി വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് അവർക്ക് വിളമ്പുന്നത്. എന്നാൽ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഒരു ഉല്ലാസം എന്ന രീതിയിൽ എന്തായാലും വിശന്ന് വലഞ്ഞിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഒരു ആസ്വാദനം എന്ന രീതിയിൽ ഇവിടെ KSTAയുടെ മെമ്പേഴ്സ് അവർക്ക് ചെറിയ ഒരു ഗാനമേളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. 35ാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിലെത്തുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറ്റു സംഘടനാ പ്രവർത്തകർക്കും ഒഫീഷ്യൽസിനും വേണ്ട ഭക്ഷണം വിഭവസമൃദ്ധമായാണ് കഴിഞ്ഞ ദിവസങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പമാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്കും ഒരു ആസ്വാദനം എന്ന രീതിയിൽ ഗാനാലാപനം കൂടി നടത്തുന്നത്. KSTയുടെ കീഴിൽ സജ്ജീകരിച്ചിട്ടുള്ള ഭക്ഷണ കൗണ്ടറുകളിൽ നിരവധി വിദ്യാർത്ഥികളാണ് ഭക്ഷണം കഴിക്കാനായി എത്തുന്നത്. ഇവർക്കെല്ലാം വയറും മനസ്സും ഒരുപോലെ നിറച്ച് ഭക്ഷണം വിളമ്പുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസ്വാദനത്തിനായി പാട്ടുകൂടി എന്നൊരാശയത്തിലേക്ക് എത്തിയതെന്നും അധ്യാപകർ പറഞ്ഞു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നമ്മുടെ ഈ വർഷത്തെ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ വർഷവും ഞങ്ങൾ തന്നെയാണ് ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തത്. അപ്പോൾ കൂടുതൽ ഇവിടെ എത്തുന്ന ആളുകളുടെ മനസ്സ് സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഇത്തരത്തിലുള്ള പാട്ടുകൾ നമ്മുടെ ഒരുപാട് ഗായകർ ഞങ്ങളുടെ അധ്യാപകരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് വരുന്ന ആളുകളെ, ഈ ഭക്ഷണ പന്തലിൽ എത്തുന്ന ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. രുചിയുള്ള വിഭവസമൃദ്ധമായി ഊണായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. സമാപന ദിവസമായി ഇന്നും അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ KSTAയുടെ ഭക്ഷണശാല അത് എല്ലാ കൊല്ലവും എന്ത് വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും വളരെ മനസ്സും വയറും സന്തോഷിപ്പിച്ചിട്ടേ വിടാറുണ്ട്. അതാണ് നമ്മുടെ സംഘടന അത്രയധികം ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. 10 കൗണ്ടറുകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന ഭക്ഷണ സ്റ്റോളിൽ KSTA പ്രവർത്തകർ കൃത്യമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവർക്കും ഒരാശ്വാസം എന്ന രീതിയിലും ആസ്വാദനം എന്ന രീതിയിലുമാണ് പാട്ടുപാടി അവരെ രസിപ്പിക്കുന്നത്. എന്തായാലും അധ്യാപകർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സും വയറും ഒരുപോലെ നിറയണം. അതാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത്രയും തിരക്കിനിടയിൽ പോലും ഇവിടെ 4000-ലധികം 5000-ലധികം വിദ്യാർത്ഥികളാണ് വലിയ ക്യൂകളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികളെ ഈ ഒരു 10 കൗണ്ടറുകളിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ആ ഒരു കാര്യം അവർ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു ആസ്വാദനം എന്ന രീതിയിലൊരു ഗാനമേള പോലെ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പാട്ടുകളൊക്കെ പാടുന്നത് അധ്യാപകരുടെ ഇടയിലുള്ള മറ്റ് അധ്യാപകർ തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചത് അവർക്കൊരു ഒരു എനർജി കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു ആശയം വളരെ മികച്ചത് തന്നെയാണ്. എന്തായാലും ഇവിടെ വരുന്ന മിക്ക വിദ്യാർത്ഥികളും ഈ ക്യൂവിൽ നിന്ന് വിശന്ന് വലിഞ്ഞ് വരുന്നവർക്ക് ഈ ഒരു ഗാനം വളരെ ആസ്വാദനം തന്നെയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ്. അതിഗംഭീരമായിട്ട് തന്നെ എല്ലാ മത്സരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാ മത്സരങ്ങളും വളരെ ലൈവായിട്ട് നടക്കട്ടെ. കലോത്സവം വളരെ ഗംഭീരമായിട്ട് തന്നെ സമാപിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം, നമുക്കും പ്രതീക്ഷിക്കാം. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിതിൻ ദാസിനൊപ്പം റിപ്പോർട്ടർ ആയിഷ.